എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയാണ് നേരിടാനാവുക, നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച് വീണ ഓരോ മനുഷ്യനും അവനവൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പ്രശ്നങ്ങളില്ലാതെ ഒരു മനുഷ്യനെ നമുക്ക് ഒരിക്കലും കാണാനാവില്ല. ഈ ഭൂമിയിൽ ജീവനോടെ ഉള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരേപോലത്തെ പ്രശ്നങ്ങളായിരിക്കില്ല എല്ലാവർക്കും ഉണ്ടാവുക. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്കെയിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രശ്നങ്ങളെ എപ്പോഴാണോ നമുക്ക് നേരിടാൻ കഴിയാതെ പോകുന്നത്, അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതെ പോകുന്നത്, അന്ന് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണേണ്ടതുണ്ട്, നമ്മൾ കാണാറുമുണ്ട്. അത് സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും. നമ്മുടെ നാട്ടിൽ അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. 3-4 ദിവസം അവർ ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന് താളം തീർച്ചയായിട്ടും തെറ്റും. അവർക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല, കുറിയും കാര്യങ്ങളും ഉണ്ടാവും, അത് അടക്കാൻ പറ്റില്ല, ലോൺ ഉണ്ടാവും, അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനിടയിലുണ്ടാവും. അന്നന്നത്തെ കാര്യങ്ങൾ പോലും കൃത്യമായി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ജീവിതം അവിടെ സ്റ്റക്കായിട്ടൊന്നുമില്ല, ജീവിതം മനോഹരമായിട്ട് പിന്നെയും മുന്നോട്ട് പോയിട്ടുണ്ടല്ലേ. ആ സമയത്ത് നമ്മളതിന് പരിഹാരം കണ്ടിരുന്നു. നമുക്കിതിനു മുമ്പും ഒരുപാട് സാഹചര്യങ്ങൾ അതുപോലെ ഉണ്ടായതുകൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല. ഒന്നിക്കൽ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലുള്ള ഗോൾഡോ കാര്യങ്ങളോ വാങ്ങിച്ചിട്ട് നമ്മൾ പണയം വെച്ചിട്ട് താൽക്കാലികമായിട്ടുള്ള ആ പ്രശ്നത്തെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടിട്ടുണ്ട്. നമുക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന, ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ഉള്ള ആളുകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും. ബിസിനസ്സൊക്കെ ഡൗണായി നിൽക്കുന്ന സാഹചര്യത്തിൽ പൈസയൊക്കെ ഷോർട്ടേജ് വരാം, പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഇല്ലാതെ വരാം. ആ സമയത്ത് അവർ ചെയ്യുന്നത് ചിലപ്പോൾ പുതിയൊരു ലോൺ എടുക്കും, അല്ലെങ്കിൽ ഗോൾഡ് വയ്ക്കും. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ക്യാഷ് എടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുകൊണ്ട് ബിസിനസ്സിനെ വീണ്ടും റൺ ചെയ്യിച്ച് മുന്നോട്ട് പോകും. അങ്ങനെയുള്ളവർ ജീവിതത്തെ വളരെ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ജീവിതത്തെ നല്ല ഒരു പോസിറ്റീവ് ട്രാക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ ജീവിതത്തിൽ എല്ലാ സമയത്തും എല്ലാ ആളുകൾക്കും നമ്മുടെ പ്രശ്നങ്ങളെ ഒരേപോലെ നേരിടാൻ കഴിയും എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരേ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കില്ല, വ്യത്യസ്തമായ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒരേ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഒരുപക്ഷെ നമ്മുടെ മനസ്സിന് കഴിവുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകൾക്ക് അത് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയണമെന്നില്ല. ചില ആളുകൾ നേരെ തിരിച്ചാണ്. മാനസികമായ പ്രശ്നങ്ങളെയൊക്കെ അവർ വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ് എന്ന ഒരു മാനസികാവസ്ഥയിൽ വളരെ ഭംഗിയായിട്ട് അവർ ഹാൻഡിൽ ചെയ്യും. പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ ഹാൻഡിൽ ചെയ്യാൻ അവർ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ ആളുകളും വ്യത്യസ്തരാണ്. നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിൽ എല്ലാ ആളുകളും വളരെ വ്യത്യസ്തരാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന് പ്രാധാന്യമുള്ളത്. എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ അപ്പാടെ അങ്ങ് തകർത്തെറിഞ്ഞ് കളയും. കുറച്ച് എക്സാമ്പിളൊക്കെ നമുക്ക് നോക്കാം. പ്രണയം ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ ഒരുപാട് വർഷക്കാലം പ്രണയിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയാണ്, ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്, എനിക്കിപ്പോൾ താല്പര്യമില്ല, നിൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ ജീവിതം വേസ്റ്റാക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ബ്രേക്കപ്പ് ആവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? മാനസികമായിട്ട് വളരെ വലിയ തകർച്ചയിലേക്ക് പോകും അല്ലേ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീട് ജീവിതത്തിൽ ഇന്ന് വരെ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എൻ്റെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അനുഭവത്തിലും ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ പേരിൽ പിന്നെ കല്യാണം കഴിക്കാതെ വീടിനുള്ളിൽ അതും ഓർത്തിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെയാണ്, ചില പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ പ്രശ്നം ജീവിതകാലം മുഴുവൻ അവരെ ഇങ്ങനെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കും, മോശമായിട്ട് സ്വാധീനിച്ചു കൊണ്ടിരിക്കും. നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യ എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ.
ഇവർക്കൊക്കെ പ്രശ്നത്തിന് പരിഹാരമില്ലാഞ്ഞിട്ടാണോ? ഇവരൊക്കെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയാതെ കൊണ്ടല്ലേ, അത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ കൊണ്ടല്ലേ. ഇവിടെയാണ് നമുക്ക് പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. എല്ലാ പ്രശ്നങ്ങളെയും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. എല്ലാവർക്കും അതിന് സാധിക്കാറില്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മേഖലയായിട്ട് അവനവൻ്റെ ജോലി മാറുന്നൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഇന്നത്തെ യുവാക്കൾ ഏറ്റവും സ്ട്രെസ് അനുഭവിക്കുന്ന അവനവൻ്റെ ജോലിയിലാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഒട്ടുമിക്ക എല്ലാ ജോലികളും ടാർഗറ്റ് ബേസ്ഡ് ജോലികളാണ്. ഇപ്പോൾ IT മേഖലയാവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങളാവട്ടെ, അല്ലെങ്കിൽ ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, ഇതൊന്നുമല്ല മറ്റ് പല ജോലികളായി കഴിഞ്ഞാലും ഒരുപാട് പ്രഷർ കമ്പനികളിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ട് വളരെ ടെൻഷൻ അടിച്ചിട്ട് ഓരോ മാസവും തള്ളി നിൽക്കുന്ന ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. തീർച്ചയായിട്ടും അവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെയുള്ള ജോലി ആദ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതല്ല കേട്ടോ. അവിടെയാണ് നമ്മുടെ പ്രശ്നത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോലികൾ ഒരുപാട് കാലം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് നിങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് ഇല്ലാതാക്കി കളയും. ആ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം മനോഹരമാക്കാനുള്ളതാണ്, അത് നശിപ്പിക്കാനുള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ലോകത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ആരും ഈ മണ്ണിലില്ല, ഈ ഭൂമിയിലില്ല. അതാദ്യം നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്, ഒരു പരിഹാര മാർഗമുണ്ട്. ഏത് പ്രശ്നങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഈ ലോകത്തിലുള്ള ഏതൊരാളിൻ്റെ പ്രശ്നങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അയാളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ജീവിതം പിന്നെയും വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ പലർക്കും ഈ പരിഹാരം എന്താണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ പരിഹാരം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നമ്മൾ 2 രീതിയിൽ നമ്മൾ സമീപിക്കാൻ പഠിക്കണം. എങ്ങനെയാണ് 2 രീതിയിൽ സമീപിക്കുക? ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നൊന്നും നമ്മൾ കരുതണ്ട, വളരെ സിമ്പിളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നാമതായിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരം നമ്മൾ കാണും. രണ്ടാമത് ശാശ്വത പരിഹാരം കാണുക. നമ്മളിപ്പോൾ ഉള്ള വിഷയം തന്നെ നോക്കാം. ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രഷർ ഏറ്റുവാങ്ങിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. മാനസികമായിട്ട് വളരെ ടെൻഷനായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ മക്കളെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വേണം? അതിനൊരു പരിഹാരം കാണണമല്ലേ? പെട്ടെന്ന് പരിഹാരം കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വരുമാന മാർഗമാണത്. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നാളെ മുതൽ ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. നമ്മുടെ കുടുംബം മുന്നോട്ട് പോവില്ല. അവിടെയാണ് നമ്മൾ എന്ത് കാണേണ്ടത്? താൽക്കാലികമായ പരിഹാരം നമ്മൾ ആദ്യം കാണുക. എന്താണ് താൽക്കാലികമായ പരിഹാരം? ഈ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മളൊന്ന് പുറത്തു പോവുക, അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക. നമ്മുടെ വീട്ടിലുള്ളവരോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊരു ജോലി നമ്മൾ കണ്ടെത്തുക. നമ്മുടെ സ്ട്രെസ്സ് കുറഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ? സ്വന്തമായിട്ടൊരു സംരംഭം, നമ്മുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ആലോചിക്കുക. അതാണ് താൽക്കാലികമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവും. കുറച്ചുകൂടി നമുക്ക് പ്രതീക്ഷകൾ നമുക്ക് തരും. ചെയ്യുന്ന ജോലി കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം താൽക്കാലികമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് ശേഷം ഇതൊക്കെ മാറ്റി നമുക്ക് പുതിയൊരു ജോലിയിലേക്ക് മാറേണ്ടതുണ്ട് എന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തിപ്പെടുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറഞ്ഞു കിട്ടും. രണ്ടാമത് എന്താണ്? ശാശ്വതമായ പരിഹാരം. ജോലി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. പുതിയൊരു ജോലി, ഇതേ വരുമാനമുള്ള, നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട്, ഇത്തിരി വരുമാനം കുറഞ്ഞാലും നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന, എന്നാൽ നമുക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാത്ത രീതിയിലുള്ള ജോലി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതാണ് ശാശ്വതമായ പരിഹാരം. ഈ മെത്തേഡ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെയ്യേണ്ടത്. ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളിലെയും നമ്മൾ സമീപിക്കേണ്ടത് ഈ രീതിയിലാണ്. ആദ്യം നമ്മൾ താൽക്കാലികമായിട്ട് അതിനെ അതിജീവിക്കുക. ഇപ്പോൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരാൾ തലവേറ്റി വീണു, നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമല്ലേ?
ഡോക്ടർ പരിശോധിക്കും. താൽക്കാലികമായിട്ട് എന്താ ചെയ്യുക, ടാബ്ലറ്റോ കാര്യങ്ങളോ കൊടുക്കും. അപ്പോൾ ബോഡിയൊക്കെ ഒന്ന് ഫ്രഷ് ആവും. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളതിനെ പരിഹരിച്ചു. അതിനുശേഷം ശാശ്വതമായൊരു പരിഹാരം നമുക്കതിന് വേണ്ടേ. അപ്പോൾ ഡോക്ടർ പറയും, ഒന്നുകിൽ നല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ടാബ്ലറ്റ് കഴിക്കാൻ റെക്കമെൻഡ് ചെയ്യും. അതല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ മാനേജ് ചെയ്തിട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. അതാണ് രണ്ടാമത്തെ ശാശ്വതമായ പരിഹാരം, അതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും താൽക്കാലിക പരിഹാരം അപ്പോൾ നമ്മൾ ടാബ്ലറ്റ് കൊടുത്ത് ക്ലിയർ ചെയ്തു. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഏത് ചെറുതും വലുതുമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നത്തെ നമ്മൾ സമീപിക്കേണ്ട ഈ രീതിയിലാണ്. താൽക്കാലികമായിട്ട് നമ്മളൊരു പരിഹാരം കാണുക, അതിനുശേഷം ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണുക. ജീവിതത്തിൽ പക്ഷേ അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോൺക്രീറ്റ് ചെയ്ത പോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ ലോകത്തിൽ എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ആരും ഈ ലോകത്തിലില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയുക. അതൊരു പ്രപഞ്ച സത്യമാണ്, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സത്യങ്ങളിലൊന്നാണ്. അത് നമ്മൾ വെറുതെ മനസ്സുകൊണ്ട് വിശ്വസിക്കാനല്ല ആവശ്യപ്പെടുന്നത്, അതൊരു ലോകത്തിൻ്റെ തിയറിയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യവും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയട്ടെ. ഈ ചിന്താഗതി ഉണ്ടാകുമ്പോൾ, അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്, ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട് എന്നൊരു മാനസികാവസ്ഥ ഒരു കോൺക്രീറ്റ് ചെയ്ത പോലെ മനസ്സിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ആത്മവിശ്വാസത്തോട് നേരിടാൻ പറ്റുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പതറിപ്പോവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പതറിപ്പോവും. മനസ്സ് പതറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനങ്ങളും നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല, ഒരു പരിഹാരവും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ മനസ്സ് പതറാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല മനോഭാവം ഉണ്ടായിരിക്കണം. ആ മനോഭാവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനുള്ളിൽ എന്നും ഏത് സമയവും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടെന്ന് ഓർക്കുക. ഈ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങളെ സമീപിക്കുവാനും നമ്മൾ പഠിക്കുക. എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത്? ആദ്യം താൽക്കാലികമായ ഒരു പരിഹാരം കണ്ടെത്തുക, പിന്നീട് മെല്ലെ മെല്ലെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക. തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള കരുത്ത് ഉണ്ടാവട്ടെ. ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് ബാധിക്കാതിരിക്കട്ടെ. എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പതറിപ്പോവാതെ ജീവിതത്തെ നേരിടാൻ നമുക്ക് കഴിയട്ടെ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വിഷയവുമായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ബൈ.